ഹദീസ് നിഷേധിയായ ഒരാൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിമിലെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് എന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി, ഇത് കൃത്യമായ ശാസ്ത്രത്തിനെതിരല്ലേ, ഇത് പോയി വലിച്ചെറിഞ്ഞൂടെ? ഹദീസ് വേറൊന്നുമല്ല, കുഞ്ഞിന് 40-നും 45 ദിവസത്തിനും ഇടയിൽ പ്രായമായാൽ ഒരു മലക്ക് വരും. ആ മലക്ക് പലതും ചെയ്യും. ഇത് വളരെ വിശദമായിട്ടുള്ളതാണ്. അതിനിടക്ക് മലക്ക് ചോദിക്കും, അല്ലാഹുവേ, കുഞ്ഞ് ആണോ പെണ്ണോ? അപ്പോൾ അല്ലാഹുവിൽ നിന്ന് മറുപടി ഉണ്ടാകും. അത് പ്രകാരം കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് രേഖപ്പെടുത്തി മലക്ക് പോകും. ഇതാണ് ഹദീസിന്റെ സാരം. എന്നിട്ട് ഹദീസ് നിഷേധിയായ മനുഷ്യൻ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ ഒരു മലക്ക് വരേണ്ട കാര്യം? നമുക്കറിയാം, ബീജവും അണ്ഡവും കൂടിച്ചേർന്ന ആ നിമിഷം തന്നെ കുഞ്ഞിന്റെ ലിംഗം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വരെയുണ്ടായിരുന്ന ശാസ്ത്രീയമായ അറിവതായിരുന്നു. നമ്മളെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്ന അറിവ്, പുരുഷ ബീജത്തിൽ XY ക്രോമോസോമുകൾ, ഒരു X ക്രോമോസോമും ഒരു Y ക്രോമോസോമും, അതേപോലെ തന്നെ സ്ത്രീ ബീജത്തിൽ 2 X ക്രോമോസോമുകൾ. ഇതിൽ Xും Xും കൂടി ചേർന്ന് XX ആണെങ്കിൽ അത് പെൺകുട്ടിയാകും. Xും Yയും കൂടി ചേർന്ന് XY ആവുകയാണെങ്കിൽ അത് ആൺകുട്ടിയാകും. ഈ കൂടിച്ചേരുകയും ക്രോമോസോം ഈ രംഗത്തുണ്ടാവുകയും എല്ലാം ചെയ്യുന്നത് എന്ന ബീജവും അണ്ഡവും കൂടിച്ചേരുന്ന ആദ്യത്തെ ദിവസം. ആ നിമിഷം കുഞ്ഞിന്റെ ലിംഗം തീരുമാനിക്കപ്പെട്ടുവെങ്കിൽ പിന്നെ എന്തിനാ 40-നും 45 ദിവസത്തിന് ഇടയ്ക്കൊരു മലക്ക് വന്നിട്ട് ചോദിക്കേണ്ട കാര്യം? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അന്നത്തെ ശാസ്ത്രീയമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുക അള്ളാഹുവിനറിയാം എന്ന് മാത്രമായിരുന്നു. അദ്ദേഹം കുറെ കളിയാക്കി. പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഏറ്റവും പുതിയ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ അത്ഭുതകരമായ ചില വസ്തുതകൾ നമുക്ക് മുന്നിൽ തുറന്നു വച്ചു. XY ക്രോമോസോമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഓരോ ഘട്ടവും ഇന്ന് അനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അപഗ്രഥിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുഞ്ഞ് യഥാർത്ഥത്തിൽ ക്രോമോസോമിന്റെ അടിസ്ഥാനത്തിൽ ആൺകുഞ്ഞാകേണ്ടവനാണ്. പക്ഷേ 6ാമത്തെ ആഴ്ച അത്ഭുതകരമായ ചില സംഗതികൾ ഉണ്ടാകുന്നു. Y ക്രോമോസോമിന്റെ തലയിൽ ഒരു SRY ജീൻ എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. ഈ SRY ജീൻ ആക്ടിവേറ്റ് ആകുന്നത്, പ്രവർത്തനക്ഷമമാകുന്നത് 6ാമത്തെ ആഴ്ചയാണ്. ഈ 6ാമത്തെ ആഴ്ച SRY ജീൻ പ്രവർത്തനക്ഷമമായാൽ മാത്രമേ കുഞ്ഞ് ആൺകുഞ്ഞാകൂ, അല്ലെങ്കിൽ കുഞ്ഞ് പെൺകുഞ്ഞാകും. XY ക്രോമോസോം ആണെങ്കിലും, അല്ലെങ്കിൽ കുഞ്ഞ് നപുംസക ആ സ്വഭാവം പ്രകടിപ്പിക്കും. ഇത് ഏറ്റവും പുതിയ ശാസ്ത്രീയമായ ഗവേഷണമാണ്. ഇതിനെക്കുറിച്ച് നെറ്റിലെല്ലാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചിത്രീകരണത്തോടു കൂടിയ, വീഡിയോഗ്രഫിയോട് കൂടിയ വിവരണങ്ങൾ ലഭിക്കും. pbs.org എന്ന വെബ്സൈറ്റിൽ ശാസ്ത്രീയമായ വിവരങ്ങൾ വളരെ അപ്ഡേറ്റഡ് ആയി കിട്ടുന്ന പല വെബ്സൈറ്റുകളിലൊന്നാണ് pbs.org. ഞാൻ പറയുന്നത്, ഈ 6ാമത്തെ ആഴ്ച SRY ജീൻ എന്തുകൊണ്ട് പ്രവർത്തനക്ഷമമാകുന്നില്ല ചില ആളുകളിൽ എന്ന ചോദ്യത്തിന് pbs.org നൽകുന്ന മറുപടി, ഇന്ന് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ കാരണമെന്നാണ്. അഥവാ യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ ലിംഗനിർണയം നടക്കുന്നത് 6ാമത്തെ ആഴ്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 40-നും 45-നും ഇടയിൽ എന്നാണ്. 6ാമത്തെ ആഴ്ച 6-7-42. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേവലമായ 3 വർഷം മുൻപുള്ള ശാസ്ത്രീയമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വലിച്ചെറിയണമോ, അതല്ല ശാസ്ത്രം അവിടെ എത്തിയിട്ടില്ല എന്ന് കരുതി കാത്തിരിക്കണമോ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 2ാമത്തേതാണ് അവന്റെ മുന്നിലുള്ള മാർഗം.